മദ്രാസിലായിപ്പം അതെ. കാലാവസ്ഥയൊക്കെ. അല്ല, ഇവിടെ ഇപ്പൊ നല്ല വെജിറ്റേഷൻ ആണ് സാറേ. ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഓ അതിന്റെ വ്യത്യാസമാണ്. കാരണം അവിടെ നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ. പഴയതുപോലല്ല. അവിടെ എല്ലാം ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റേഷനും അതുപോലെ വെജിറ്റേഷനും ഒക്കെ വന്നപ്പോഴത്തേക്കിന് ക്ലൈമറ്റ് റെക്കോർഡിങ് തുടങ്ങി. നമുക്ക് തുടങ്ങാം. ഓം പഹനാവതു പഹനൗ ഭുനക്തു പഹവീര്യകരമാവഹേ തേജസ്വിനാവധീ ആദിത്യാവഹേ സമാധാനീയരായ എല്ലാ പക്ഷികൾക്കും പ്രീതമായ ഈ 4 ബ്രാഹ്മണല്ലേ? അതെ. 6 4 ഒന്നാമത്തെ മന്ത്രം. ഏഷാം മൈ ഭൂതാനാം പൃഥ്വീരഭാം പൃഥ്വി ആവഹാം ആവാമോഷധയാ ഓഷധീനാം പുഷ്പാണി പുഷ്പാണാം ഫലാനി ഫലാനാം പുരുഷസ്യരേത. ഈ 4 ബ്രാഹ്മണൻ മുഴുവൻ ഒരു മുമ്പത്തെ ബ്രാഹ്മണത്തിലെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സമ്പത്തുണ്ടാക്കാൻ ആവശ്യമായ ശ്രീമന്ധം എന്ന കർമ്മത്തെക്കുറിച്ചാണ് മുമ്പത്തേക്ക് പറഞ്ഞത്. ഇനി ഇതിൽ സന്താനം ഉണ്ടാകുവാനുള്ള കർമ്മത്തെക്കുറിച്ചാണ്. ഇതിന് പുത്രമന്ധം എന്നാണ് പേര്. കാരണം പുത്രനൊരു സമ്പത്താണ്, ധനം പോലെ തന്നെ ഒരു സമ്പത്താണ്. ആ പുത്രന സമ്പത്ത് കൊണ്ട് വേണം പിതൃക്കൾക്ക് മറ്റ് പരലോകങ്ങളിലൂടെ സഞ്ചരിച്ച് ഉന്നതമായ ഗതിയിലേക്ക് എത്തുവാൻ. അതുകൊണ്ട് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് അവശ്യമായും അനുഷ്ഠിക്കേണ്ടുന്ന പുത്രോത്പാദന പ്രക്രിയകളെ കുറിച്ചുള്ള സാമാന്യം വിശദകരമായ വേദാന്ത തത്വത്തിൽ നിന്നുള്ള പഠനമാണ് ഈ ബ്രാഹ്മണ മുഴുവൻ. ഒരു പക്ഷേ ഈ ആറാമത്തെ അധ്യായം മുഴുവനും ഉപനിഷത്തിന്റെ പ്രസിദ്ധമായ വഴി വിട്ട് പോകുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ പറ്റും. 5 വരെ കുഴപ്പമില്ല. അതുകൊണ്ട് 6 പിൽക്കാലത്ത് ചേർത്തതാകുമോ അത് ഇതിന്റെ അനുബന്ധമായി മാത്രം എഴുതി വിട്ടു എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നാണ് ഇപ്പൊന്നുമില്ല. പക്ഷെ ഇത് വിസ്തരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്ര വിസ്തരിച്ച് ഇത് വർണ്ണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. അതും ബൃഹദാരണ്യക ഉപനിഷത്ത്. ഞാൻ ഈ ആമുഖം പറയാൻ കാരണം ഇതിനകത്ത് മന്ത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവത്തെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ബൃഹദാരണ്യകം എന്ന വാക്കിന്റെ അർത്ഥം വലിയ വനത്തിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കാണിക്കാനാണ്. വനത്തിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, ഫലം തരുന്നുണ്ട്. ഫലം തരാത്തതുണ്ട്, ആവശ്യമുള്ളതുണ്ട്, അനാവശ്യമായ കുറേ വൃക്ഷങ്ങൾ. ഇതെന്തിനാ ഈ കാട്ടിൽ നിൽക്കുന്നത് നമുക്ക് തോന്നും. ഇതേപോലെ നമുക്ക് ഇപ്പോൾ അനാവശ്യമായി തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ബൃഹദാരണ്യകം എന്ന ഹെഡിങ്ങിൽ വരുന്നതുകൊണ്ട് കാട്ടിലെ നമ്മൾക്ക് അനാവശ്യമെന്ന് തോന്നുന്ന പല പല വൃക്ഷങ്ങളെ കുറിച്ചും കാട്ടിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർ ഇതിനകത്തും അതൊക്കെ നമുക്ക് അനുഭവിച്ച് തന്നെ പോകേണ്ടി വരും എന്നൊരു മുഖവുര പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കിടക്കാം. ഏഷാം മൈ ഭൂതാനാം പൃഥ്വീരസ. ഭൂതങ്ങളുടെ രസം എന്താ? പൃഥ്വിയാണ്. കാരണം പഞ്ചഭൂതങ്ങളുടെ ആകത്തുക അതിന്റെ രസം ഈ പൃഥ്വിയിൽ നിന്നാണ് വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൃഥ്വിയാണ് വാസ്തവത്തിൽ ഈ പഞ്ചഭൂതങ്ങളുടെയും രസം. പൃഥ്വിയാഹ ആവഹ. അങ്ങനെ പൃഥ്വിയിലെ പ്രധാനപ്പെട്ട രസം വെള്ളമാണ്.
കാരണം ഭൂമിയിലെ മുക്കാലും ഭാഗവും വെള്ളത്തിലാണ്. വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഭൂമി. അതുകൊണ്ട് ജലത്തിൽ നിൽക്കുന്ന ഭൂമി ആ ജലത്തിന്റെ ഊടും പാവുമായിട്ട് കാര്യകാരണ രൂപങ്ങളായിട്ട് നിലനിൽക്കുന്നത് ഓഷധികളാണ്. അതുകൊണ്ട് അപാം ഓഷധേയ, വെള്ളത്തിന്റെ രസം ഓഷധികളാണ്. ഓഷധിഹീനാം പുഷ്പാണി, സസ്യങ്ങളുടെ രസം അവയിലുണ്ടാകുന്ന പൂക്കളാണ്. പുഷ്പാണാം ഫലാൻ, ഇത്ര മ്യൂട്ട് ചെയ്യണേ. പുഷ്പങ്ങളുടെ രസം ഫലങ്ങളാണ്. ഫലങ്ങളുടെ രസം പുരുഷനാണ്. പുരുഷന്റെ രസം രേതസാണ്, ബീജമാണ്. അപ്പൊ ഇവിടെ സന്താന ഉത്പാദനത്തിന് അവശ്യം വേണ്ട പ്രഥമ ഘടകം പുരുഷബീജമാണ്. ആ പുരുഷബീജം എന്നുള്ളത് വാസ്തവത്തിൽ ഈ ഭൂമിയുടെ സാരാംശം ഉൾക്കൊള്ളുന്ന ചെടികൾ, ആ ചെടികളുടെ ഉൾക്കൊള്ളുന്ന ജലം, ജലത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുന്ന സസ്യങ്ങൾ, സസ്യങ്ങളുടെ സാരാംശം ഉൾക്കൊള്ളുന്ന പുഷ്പം. കാരണം സസ്യങ്ങളുടെ എല്ലാ സാരാംശവും പോകുന്നുണ്ട്. ആ പൂക്കളുടെ സാരാംശം മുഴുവൻ കൂടെ ചേർന്ന് ഫലത്തിൽ കാണാം. ആ ഫലം ഭക്ഷിക്കുന്ന പുരുഷനിലും ഇതിനൊക്കെ രസമുണ്ട്. പഞ്ചഭൂതങ്ങളുടേത്, പൃഥ്വിയുടേത്, ജലത്തിൻ്റെത്, ചെടികളുടേത്, പൂക്കളുടെ അതിന്റെ ഫലം, ഇതിന്റെയൊക്കെ രസം പുരുഷനിലുണ്ട്. ഈ രസം എല്ലാം കൂടെ പുഞ്ചീഭവിച്ചിട്ടാണ് പുരുഷന്റെ രേതസായി പരിണമിക്കുന്നത്. ഏഷാം വൈ ഭൂതാനാം പൃഥ്വീരസ പൃഥ്വിയാവഹ ആവാമോഷധയ ഓഷധീനാം പുഷ്പാണി പുഷ്പാണാം ഫലാനി ഫലാനാം പുരുഷസ്യ രേതഃ സഹ പ്രജാപതിഃ വീക്ഷാഞ്ചക്രേ ഹന്ത അസ്മൈ പ്രതിഷ്ഠാം കൽപ്പയാനീതി സ്വസ്ത്രിയം സസൃജേ താം സൃഷ്ട്വാഥ ഉപാസ്ഥഃ തസ്മാത് സ്ത്രിയമഥ ഉപാസീത സേതം പ്രാഞ്ചം ഗ്രാവാണം ആത്മനേവ സമുദപാരയത് തേനൈനാം അഭ്യസൃജത്. സഹ പ്രജാപതി ഈക്ഷാഞ്ചക്രേ, ആ പ്രജാപതി ആലോചിച്ചു. ഈക്ഷാചക്രം വെച്ചാൽ നോക്കി മാത്രമല്ല, പ്രജാപതി ആലോചിച്ചു, ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? ഹന്ത, ആശ്ചര്യം, അസ്മൈ പ്രതിഷ്ഠാം കൽപ്പയാനി, ഇതിനായിക്കൊണ്ട് ഒരു പ്രതിഷ്ഠ കൽപ്പിക്കണമല്ലോ. ഈ പുരുഷബീജത്തിന് ഒരു പ്രതിഷ്ഠ, ഒരു നിലനിൽപ്പ്, ഒരു സ്ഥാനം, ഇതിന്റെ പ്രയോഗ സ്ഥാനം കൽപ്പിക്കണമല്ലോ. സ്ത്രീയം സസ്യേ, അങ്ങനെ സ്ത്രീയെ സൃഷ്ടിച്ചു. താം സൃഷ്ടുവാഥ ഉപാസ്ത, അതിനെ സൃഷ്ടിച്ചിട്ട് അതിനെ ഉപാസിക്കണം എന്ന് ചിന്തിച്ചു. എങ്ങനെയാണ് സ്ത്രീയെ ഉപാസിക്കേണ്ടത്? മൈഥുനത്തിലൂടെ. അപ്പൊ അങ്ങനെ താം സൃഷ്ടുവാഥ ഉപാസ്ത, തസ്മാത് സ്ത്രീയം അഥ ഉപാസീത സേതം പ്രാഞ്ചം ഗ്രാമാണം ആത്മനേവ സമുദപാരയത് തേന ഏനാം അഭ്യസിച്ചത്. അപ്പൊ അദ്ദേഹം സ്ത്രീയെ സൃഷ്ടിച്ചു. അവളെ സൃഷ്ടിച്ചിട്ട് അവളുടെ അധോഭാഗത്തിലൂടെയാണ് മൈഥുന കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് അധോഭാഗത്തെ ഉപാസിച്ചു. അതിനായി ഗതിവേഗമുള്ള തസ്മാത് സ്ത്രീയം അഥ ഉപാസിത സേതം പ്രാഞ്ചം ഗ്രാവാണം ആത്മന, അതിനുവേണ്ടി നല്ല ശക്തിയുള്ള പ്രാഞ്ചം, ബലമുള്ള, ഗ്രാവാണം കല്ലുപോലെ ശക്തിയുള്ള
ഒരു ക്ലാസ്സിലാണല്ലോ നല്ല കേൾവി. ഗ്രാവാണം എന്താ, അവിടെ കല്ലുപോലെയുള്ള ശക്തമായ ആ ജനനേന്ദ്രിയത്തെ തന്നെ സമുദപാരെ നിയോഗിച്ചു തേന ഏനാം അഭ്യസിച്ചത്. അങ്ങനെ അതിലൂടെ അവളുമായി ഒത്തുചേർന്നു. ഇപ്പൊ സ്ത്രീയുമായി സംഗമിക്കാനുള്ള ഒരു പ്രധാന ഉപായം പുരുഷബീജത്തെ സ്ത്രീയിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ്. ആ ഒരു പ്രക്രിയ അപ്പോൾ ആരംഭിച്ചു. പുത്രോൽപാദന ക്രിയയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ മൈഥുന കർമ്മം ഒരു യജ്ഞം പോലെ ചെയ്യണം. വാജപേയം എന്ന യജ്ഞത്തിന്റെ സങ്കല്പത്തോടുകൂടി വേണം എന്ന് കാണിക്കാനാണ്. ഇതൊരു വെറും ഭോഗബുദ്ധിയോടുകൂടി ക്ഷണികമായ ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമല്ല. മൈഥുനക്രിയ അങ്ങനെയുള്ളതല്ല. അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങൾ ഉപദ്രവകാരികളായി തീരരുത് എന്നുള്ളത് കൊണ്ടാണ് യജ്ഞസങ്കല്പം ഇതിൽ വേണം പറയുന്നത്. ഈ മൈഥുന പ്രക്രിയയുടെ തൊട്ടു മുമ്പ് ഒരു യജ്ഞം പോലെ ഉപാസനയിലൂടെ വെറും ഭോഗബുദ്ധിയും സ്വേച്ഛാതൽപരതയും അനിയന്ത്രിതമായ കാമവാസനകളും ഉപയോഗിച്ചാണ് ഈ മൈഥുന കർമ്മം ചെയ്യുന്നതെങ്കിൽ അതേപോലുള്ള സന്താനങ്ങളാവും ഉണ്ടാവുക. അതേസമയത്ത് യജ്ഞബുദ്ധിയോടുകൂടിയാണ് പുത്രോത്പാദനം ചെയ്യുന്നതെങ്കിൽ സത്സന്താനങ്ങളെ ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മൈഥുന വിധിയെ പറ്റി വിവരിച്ച് പറയുന്നത്. ഇത് വിവരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ, എല്ലാവർക്കും അറിയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഉപനിഷത്ത് അതൊരു യജ്ഞഭാവനയിൽ കൂടി നിർവഹിക്കേണ്ടതാണെന്ന് കാണിക്കാനാണ്. അല്ലെങ്കിൽ വരാൻ പോകുന്ന ദോഷങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വെറും കേവലമായ ഒരു ആനന്ദത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി, അല്ലെങ്കിൽ കാമപൂർത്തീകരണത്തിന് വേണ്ടി കാലം നോക്കാതെ സമയം നോക്കാതെ ശുദ്ധമായി ആണോ എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ പല തരത്തിലുള്ള ദോഷം കൊണ്ട് ഒരു മൈഥുന കർമ്മത്തിലൂടെ സന്താനം ഉണ്ടായാൽ അത് ആ ജന്മം മുഴുവനും മാതാപിതാക്കൾക്കും നാടിനും ദുഃഖകരമായി ആപത്കരമായി പരിണമിക്കുകയുള്ളൂ. അങ്ങനെ വരാതിരിക്കാൻ സത്സന്താനത്തെ സൃഷ്ടിക്കാൻ വേണ്ടി താം സൃഷ്ട്വാധ ഉപാസ്ത എന്ന് പറഞ്ഞുള്ളൂ. തസ്മാത് സ്ത്രീയം അധ ഉപാസിത. സ്ത്രീകളുടെ അധോഭാഗത്തിലൂടെയാണ് ഈ ഉപാസന ചെയ്യേണ്ടത്. അത് ഏതിൽ കൂടിയാണ്? പുരുഷന്റെ ലിംഗത്തിൽ എന്ന് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞുകൊണ്ടാണ് പുറത്തോട്ട് കിടക്കുന്നത്. സഹ പ്രജാപതിരീക്ഷം ചക്രേം സന്ദാസ്മേ പ്രതിഷ്ഠാം കൽപ്പയാനീതി സ്ത്രീയം സ്വർഗേ താം സൃഷ്ട്വാധ ഉപാസ്താം തസ്മാത് സ്ത്രീയം അധ ഉപാസീത സേദം പ്രാജ്യം ഗ്രാവാണമാത്മനേവ സന്ദപാരേത് തേനൈനാം അഭ്യസൃജത് തസ്യാം വേദിരുപസ്ഥഃ ലോമാനി വർഹി ചർമാധിഷവണേ സമിദ്ധോ മധ്യതഃ തൗ മുഷ്കൗ സയാവൻ ഹവൈ വാജപേയേന യജമാനസ്യ ലോകോ ഭവതി താവാനസ്യ ലോകോ ഭവതി ഏവം വിദ്വാൻ അധോപഹാസം ചരതി ആഭാം സ്ത്രീണാം സുഗതം വൃന്ദേ അഥയ ഇദം അവിദ്വാൻ അധോപഹാസം ചരതി അസ്യ സ്ത്രീയഃ സുഗതം വൃഞ്ജതേ. തസ്യാഹ ഉപസ്ഥഃ, അവളുടെ ജനനേന്ദ്രിയ സ്ഥാനം ഈ യജ്ഞത്തിനുള്ള വേദിയാണ്. തസ്യാഹ വേദി ഉപസ്ഥ ലോമാനി ബർഹി, ആ യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുശപ്പുല്ലുകൾ രോമങ്ങളാണ്. ബർഹി പുല്ല് എന്താ ദർഭയോ കുശയോ പുല്ല്. ചർമ്മ അധിഷവനെ, ഇനി അതിൻ്റെ വേദിയും രോമങ്ങളും കഴിഞ്ഞാൽ അധിഷവണമാണ് അവിടുത്തെ മാംസഖണ്ഡമാണ് ചർമ്മം. സോമലത പിഴിഞ്ഞ് ചാറെടുക്കാനുള്ള ഒരു തോൽസഞ്ചി പോലുള്ള ഉപകരണം, അതിനാണ് അധിഷവണം എന്ന് പറയുന്നത്. അതിങ്ങനെ ഞെക്കി അമർത്തിയിട്ടാണ് അതിൽ നിന്നും അതിൻ്റെ ആ സോമരസം പിഴിഞ്ഞെടുക്കുന്നത്. അതുപോലെ ഈ പുരുഷബീജത്തെ പിഴിഞ്ഞെടുക്കാനുള്ള ഒരു അധിഷവണമാണ് ആ ചർമ്മം.
സമിത്തു മധ്യത. മധ്യഭാഗം സമിത്താണ്. സമിത്ത് ഹോമദ്രവ്യമാണ്. തൗ മുഷ്കൗ, യോനിയുടെ ഇരുഭാഗത്തുള്ള 2 മാംസഖണ്ഡങ്ങൾ മുഷ്കങ്ങളാണ്. സയാവാൻ ഹവൈ വാജപേയേന യജമാനസുലോകോ ഭവതി. അതുകൊണ്ട് തന്നെ വാജപേയം എന്നുള്ള യജ്ഞം കൊണ്ട് യജമാനന്റെ ലോകം ഭവിക്കുന്നു. താവാനസ്യ ലോകോ ഭവതി യഹ ഏവം വിദ്വാൻ അഥോപഹാസം ചലതി. ജ്വലിക്കുന്ന അഗ്നി ആരാണോ ഇങ്ങനെ സ്ത്രീപുരുഷ സംയോഗം ഒരു യജ്ഞമാണെന്ന് അറിഞ്ഞ് മൈഥുന കർമ്മത്തെ ഏർപ്പെടുന്നത്? യാതൊരു സമയം വരെയാണോ യാവാൻ ഹവൈ വാജപേയേന യജമാനസ്യ ലോകോ ഭവതി, വാജപേയം കൊണ്ട് യജമാന ലോകമായി തീർന്നത് അതുവരെയും ലോകോ ഭവതി യഹ ഏവം വിദ്വാൻ. അങ്ങനെ ഈ സ്ത്രീപുരുഷ സംയോഗം ഒരു യജ്ഞമാണെന്നറിഞ്ഞ് മൈഥുന കർമ്മത്തിൽ ഏർപ്പെട്ടാൽ വാജപേയത്തിന്റെ യജമാനന് എന്തുമാത്രമാണോ ലോകസുഖം ലഭിക്കേണ്ടി വരുന്നത് അത്രത്തോളം ലോകസുഖം അവന് ലഭിക്കും. അപ്പം ഈ മൈഥുനം എന്ന ഫലിത പ്രക്രിയ കൊണ്ട് അനുഭവിക്കുന്ന ആനന്ദം ഭൗതികം അല്ല. അത് യജ്ഞം ചെയ്ത് കഴിയുമ്പോൾ ഒരു പുരുഷന് കിട്ടുന്ന, യജമാനൻ ലഭിക്കുന്ന ആനന്ദം തന്നെയാണ്. സംയോഗത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ എല്ലാം സുഖം സ്വന്തമാക്കി തീർക്കുന്നു. അതുകൊണ്ട് ആഫാം സ്ത്രീണാം സുഹൃതം വൃന്തെ, സ്ത്രീകളുടെ സുഹൃത്തത്തെ അവൻ ഭരിക്കുന്നു. അഥ യഹ ഇതം അവിദ്വാൻ അധോപഹാസം ചരതി. ഇനി ഇതൊന്നും അറിയാതെ, യജ്ഞസാദൃശ്യം അറിയാതെ മൈഥുനത്തിൽ ഏർപ്പെടുന്നവന്റെ സുഹൃതം സ്ത്രീകൾ ഏറ്റെടുക്കാൻ ഇടയാകും. അസ്യ സുഹൃതം വൃഞ്ചത്തെ. വിദ്വാന്റെയും അവിദ്വാന്റെയും ഗതി ഒന്ന് തന്നെയാണ് എന്നാണ് പറയാൻ പോവാ. സോമരസപാനത്തിന് പ്രാധാന്യമുള്ള ഒരു യജ്ഞമാണ് വാജപേയം. അതുകൊണ്ടാണ് ആ പേരെടുക്കാൻ കാരണം. ആ യജ്ഞത്തോട് എല്ലാവിധത്തിലും സാദൃശ്യമുള്ള കർമ്മമാണ് സ്ത്രീപുരുഷ മൈഥുന കർമ്മം. സാദൃശ്യം മന്ത്രം നോക്കി അറിയുക. ഇതറിയാൻ സ്ത്രീയുടെ സുഹൃതം സ്വന്തമാക്കും. ഇത് പറഞ്ഞാൽ അവന്റെ സുഹൃതം വർദ്ധിക്കുന്നു എന്ന് താല്പര്യം. നേരെ മറിച്ചു വിദ്വാന്റെയും അവിദ്വാന്റെയും ഗതി അറിയപ്പെടുന്ന ഒന്നാണ്. അപ്പം ഈ പുരുഷൻ അനുഭവിക്കുന്ന ആനന്ദം, സ്ത്രീ അനുഭവിക്കുന്ന ആനന്ദം, സ്ത്രീയുടെ ആനന്ദത്തെ കൂടി തനിക്ക് വരിക്കാനിടയാകും ഇതറിഞ്ഞാണ്. അല്ലെങ്കിൽ അത് ഒരു വശം മാത്രമായി പരിണമിക്കും എന്ന് കാണിക്കാനാണ്. തസ്യാവേദിരുപസ്ഥ രോമാനി ബർഹി ധർമാധിശ്രവണേ സമിദ്ധോ മധ്യതഃ തൗ മുഷ്കോ പയാവൻ ഹവൈ വാജപേയേന യജമാനസ്യ ലോകോ ഭവതി താവാനസ്യ ലോകോ ഭവതി ഏവം വിദ്വാൻ അഥോപഹാസം ചരതി. ആസാം സ്ത്രീണാം സുഹൃതം വൃന്തെ അഥ ഏതം അവിദ്വാൻ അഥോപഹാസം ചരതി. അസ്യ സ്ത്രീയ സുഹൃതം വൃഞ്ജതേ. ഏതത്തസ്മൈ വൈ തദ്വിദ്വാൻ ഉദ്ദാലക ആരുണിരാഹ. ഏതത്തസ്മ വൈ തദ്വിദ്വാൻ നാഗോ മൗദ്ഗല്യാക. ഏതത്തസ്മ വൈ തദ്വിദ്വാൻ കുമാരഹാരീത ആഹാം. ബഹവോ മര്യ ബ്രാഹ്മണായനാനി ഇന്ദ്രിയാഹ വിഷുകൃതോസ്മാല്ലോകാത് പ്രയന്തി. യ ഇദം അവിദ്വാംസോ അധോപഹാസം ചരന്തീതി. ബഹുവായിദം സുപ്തസ്യ വാ ജാഗ്രതോ വാ രേതസ്കന്ദതി. ഏതത് സ്മ വൈ തത് വിദ്വാൻ. ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരായ ചില ആൾക്കാരെ കുറിച്ച് പറയുക. ആരുണിഹി ആഹ. ഇതിനെക്കുറിച്ച് അരുണപത്രനായ ഉദ്ദാലകൻ ആഹസ്മ പറഞ്ഞിട്ടുണ്ട്. തദ്വിദ്വാൻ ഉദ്ദാലക ആരുണിഹി ആഹ. ഏതത്തസ്മൈ തദ്വിദ്വാൻ നാഗോ മൗദ്ഗല്യാക. മുദ്ഗലന്റെ പുത്രനായ നാഗനും ഇത് പറഞ്ഞിട്ടുണ്ട്. ഏതദ്ഹ സ്മ വൈ തദ്വിദ്വാൻ കുമാര ഹാരീത അഹ. ഹരീത ഗോത്രത്തിൽപ്പെട്ട കുമാരനും പറഞ്ഞിട്ടുണ്ട്. ബഹോ. ഇതുകൂടാതെ ധാരാളം മര്യാഹ മർത്യന്മാർ, മരണസ്വഭാവികളായ മർത്യന്മാർ, മര്യാഹ
മരണസ്വഭാവമുള്ള ധാരാളം മർത്യരായ ബ്രാഹ്മണായനാഹ, ബ്രാഹ്മണ അധമന്മാർ, ബ്രാഹ്മണനാണ് എന്ന് സ്വയം ധരിക്കുന്നവർ ബ്രാഹ്മണായനന്മാർ. നിരിന്ദ്രിയ, ഇന്ദ്രിയ ശക്തിയില്ലാത്ത, വിസുകൃത, സുഹൃതം നശിച്ചവരായ, അസ്മാത് ലോകാത് പ്രയന്തി, ഈ ലോകത്തു നിന്നും മരിച്ചു പോകുക തന്നെ ചെയ്യും. ബഹുവൈദം രേത, അവരുടെ രേതസ്സെല്ലാം സുപ്തസ്യവ ജാഗ്രതഹവ സ്കന്ധതി, ഉറങ്ങുമ്പോഴോ ഉണർന്നു നിൽക്കുമ്പോഴോ സ്കലിച്ചു പോകുന്നത് പോലെ നിഷ്ഫലമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അറിവുള്ള 3 ഋഷിമാരുടെ പേര് പറഞ്ഞതാണ്. ദാലകനും നാഗനും കുമാരഹാരിതനും. ഇവര് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും അറിയാതെ കണ്ട് ആണ് ഒരാൾ മൈഥുന കർമ്മം ചെയ്യുന്നെങ്കിൽ അവൻ ബ്രാഹ്മണ അധമനാണ്, വെറും മനുഷ്യനാണ്, മരണസ്വഭാവമുള്ള മനുഷ്യനാണ്. അവന്റെ ഇന്ദ്രിയ ശക്തികളൊക്കെ നശിച്ചിട്ട് സുഹൃതവും ഇല്ലാതായിട്ട് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകും. അങ്ങനെ പോകുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത് അയാളുടെ രേതസ് വെറുതെ ഒഴുകി പോകുക മാത്രമേ ഉള്ളൂ. അതാർക്കും ഒരു ഫലം ചെയ്യില്ല. അതൊരു യജ്ഞഭാവനയോട് കാണണം എന്ന് ഉപനിഷത്ത് പഠിക്കാം. ഏതത്തസ്മയി വൈ തദ്വിദ്വാനുദാരക ആരുണിരാഹാം, ഏതത്തസ്മാ വൈ തദ്വിദ്വാൻ നാഗോ മൗദ്ഗല്യാഹാം, ഏതത്തസ്മാ വൈ തദ്വിദ്വാൻ കുമാരഹാരീതാഹാം, ബഹവോ മര്യാഹ ബ്രാഹ്മണായനാഹ നിരീന്ദ്രിയാഹ വിസുഹൃതോ അസ്മല്ലോകാത് പ്രയന്തി ഇദം അവിദ്വാംസോ അധോപഹാസം ജലന്തീതി ബഹുവാ ഇദം സുപ്തസ്യ വാ ജാഗ്രതോ വാ രേതസ്കന്ധതി. തദഭിമൃഷേത് അനുവാ മന്ത്രേത എന്മേന്തരേത കാൻഷീത് ഇതോഷധീഹി അപ്യഫരദ്യതപഃ ഇദമഹം തത്രേത ആദവേ പുനർമാ മൈന്ദ്രിയം പുനസ്തേജ പുനർഭഗാം പുനരഗ്നഭൃഷ്ണായഥാസ്ഥാനം കൽപ്പന്താം ഇത്യനാമികാംകുഷ്ടാഭ്യാം ആദായ അന്തരേണ സ്തനുവാ നിമൃജ്യാത്. അങ്ങനെ ഉറക്കത്തിലോ ഉണർന്നിരിക്കുമ്പോഴോ അനാവശ്യമായോ അറിയാതെയോ ബീജം സ്കലിച്ചു പോകുന്ന കണ്ടാൽ അതിന് പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം എന്ന് പറയുകയാണ്. തത് അഭിമൃഷേത്, ആ സ്കലിച്ചു വീണ ബീജത്തെ സ്പർശിച്ചുകൊണ്ട് ഒരു മന്ത്രം ജപിക്കണം. അനുവാ മന്ത്ര ഏതാണ്? എന്മേ അത്യരേത, എന്താണ് എന്റെ ഈ രേതസ് ഏത് ബീജമാണോ പൃഥ്വിയും അഫ്ഗാൻഷി ഭൂമിയിലേക്ക് പതിച്ചു വീണത്, ഇത് ഓഷധീഹി അഭി അഫരത് യത് അപഹ എന്ന് മാത്രമല്ല, ഇത് ചെടികളില് സ്പർശിക്കാനിടയായി, വെള്ളത്തിൽ വീഴാനിടയായി, ഇങ്ങനെ ഭൂമിയിലെ ചെടികളിലെ വെള്ളത്തിലൊക്കെ പതിക്കാനിടയായത് ഞാൻ ഈ ബീജത്തെ സ്വീകരിക്കും. അങ്ങനെ സ്കലിച്ചുപോയ ഇതിനെ ഇത് ഓഷധീഹി അപി ഫരത് യത് അപഹ ഇതമഹം തദ്രേത ആദതേ, ഞാൻ അതിന് തിരിച്ചെടുക്കുന്നു. പുനർമാ ഏതു ഇന്ദ്രിയം പുനസ്തേജ പുനർഭഗ, ഈ ബീജത്തെ വീണ്ടും ഞാൻ യഥാസ്ഥാനത്ത് തന്നെ ഉറപ്പിക്കുമാറാകട്ടെ. അതിന് ദേവന്മാർ, അഗ്നിബീജസ്വരൂപികളായ ദേവന്മാർ അതിനെന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുനരെ അഗ്നിഹി ധിഷ്ണ്യ യഥാസ്ഥാനം കൽപ്പന്ത, യഥാസ്ഥാനത്തിലേക്ക് അതിനെ തിരിച്ചുവിടൂ എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്കുഷ്ടാഭ്യം, മോതിരവിരൽ കൊണ്ടും അങ്കുഷ്ടം കൊണ്ടും എന്താണ് പെരുവിരൽ കൊണ്ടും ആദായ അന്തരേണ സ്തനുവ ഭ്രുവ മൂർത്തിയ എടുത്തിട്ട്
അതിന് തൊട്ടുമുള്ള ഈ ചെറുവിരല് തൊട്ടത് അനാമിക മോതിരവിരൽ എന്നതിനെ പറയാം. അതെടുത്തിട്ട് ആ ബീജം, ബീജത്തെ സ്പർശിച്ചിട്ട് ആ കൈ സ്ഥലങ്ങളിലെയോ പുരികങ്ങളിലെയോ മധ്യത്തിൽ പറ്റും. ബീജമഹത്വം പറയാൻ വേണ്ടി മാത്രമാണ്, ഇത് വെറും വിസർജന വസ്തു അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഋഷി ഈ ഒരു മന്ത്രം അവിടെ ഉപന്യസിച്ചതായിരിക്കണം. അതായത് ബ്രഹ്മദർശന സമർത്ഥനായ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ള പുരുഷ ബീജം ദിവ്യമാണ്. ഈ പുരുഷ ബീജമാണ് ഒരു പുരുഷനെ ഋഷിയാക്കി മാറ്റുന്നത്, ദേവനാക്കി മാറ്റുന്നത് ഒക്കെ കൊണ്ട് തന്നെയാണ്. അതുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ ഈ ബീജത്തിന്റെ ദിവ്യ അനുഭവം സ്മരണയിലുണ്ടാകണം. അത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ പറഞ്ഞേക്കുന്ന പോലെ പ്രായശ്ചിത്ത കർമ്മമൊന്നും ഇത് നമുക്ക് പ്രായോഗികമാക്കാൻ ആവില്ല. അതുകൊണ്ട് ആ പ്രായോഗിക തലത്തെ കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള സങ്കല്പ ശക്തിയെ ഒന്നുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഈ ഒരു തുപ്പല് പോലെ വിസർജന വസ്തു അല്ല എന്ന് മാത്രം മനസ്സിലാക്കി അതിൻ്റെ പരമമായ മാഹാത്മ്യത്തെ ഉപാസനയിലൂടെ കണ്ടറിയാൻ പറ്റുന്നതാണ് എന്നൊരു തിരിച്ചറിവ് തരാൻ വേണ്ടി മാത്രമാണ്. തത് അഭിമുഷേത് അനുവാമന്ത്രേത് എന്മേ തിരേത പൃഥിവിമസ്കർഷീദോഷധീഹി അഭി അസരത് യതി അപഹാം ഇതമഹം തത്രേത ആദതേ പുനർമാമൈന്ദ്രിയം പുനസ്തേജ പുനർഭഗാം പുനരഗ്നിർധിഷ്ണ്യായ യഥാസ്ഥാനം കൽപ്പന്താം ഇത്യനാമികാങ്കുഷ്ടാഭ്യാമാദായ അന്തരേണ സ്തനവുവാ ഭ്രുവാ നിമൃജ്യാത് അഥ യദ്യുതക ആത്മാനം പശ്യേത് തഭി തത് അഭിമന്ത്രേത് മന്ത്രേദം ഐതേജ ഇന്ദ്രിയം യശോ ദ്രവിണം സുഗതമിതി ശ്രീർഹ വാ യേഷാം സ്ത്രീണാം എന്മലോദ്വാസാഹ തസ്മന്മലോദ്വാസനം യശസ്വിനീം അഭിക്രമ്യ ഉപമന്ത്രേതാം. അഥ വീണ്ടും യതി ഉദക ആത്മാനം പശ്യ, വെള്ളത്തിൽ തന്റെ നിഴല് കാണുകയാണെങ്കിൽ ഉദകേ ആത്മാനം പശ്യേത് തത് അഭിമന്ത്രേതം, അങ്ങനെ കണ്ടാൽ ഇങ്ങനെ മന്ത്രിക്കണം. ഐ തേജ, അലയോ തേജസേ, ഇന്ദ്രിയം യശോ ദ്രവിണം സുഗതം ഇതി, എന്നിൽ തേജസ്, വീര്യം, കീർത്തി, വിത്തം, പുണ്യം ഇതൊക്കെ നൽകട്ടെ. യശസ്, ദ്രവിണം, സുഗതം, ശ്രീർഹവ യേഷാം, ഇതെല്ലാം എന്നിൽ ഉണ്ടാക്കി തരണമെന്ന് മന്ത്രം ജപിക്കണം. അപ്പോൾ യേഷാ, ഇവൾ എന്റെ ഭാര്യ, സ്ത്രീണാം എൻ മലോദ്വാസാഹ, ഇവൾ മലത്തെ ഉദ്വസിച്ച് കളയുന്നവളാണ്, മാലിന്യത്തെ ഇല്ലാതാക്കി കളയുന്നവളാണ്, അശുദ്ധിയില്ലാത്ത വസ്ത്രത്തോടു കൂടിയവളായ ഇവളെ എൻ മലോദ്വാസാഹ തസ്മൻ മലോദ്വാസനം യശസ്വീം അഭിക്രമ്യ ഉപമന്ത്രേത, അശുദ്ധിയില്ലാത്ത വസ്ത്രത്തോടുകൂടി ഋതുസ്നാതയായ അവൾ, സുന്ദരിയായ അവളെ സമീപിച്ച് അവളോട് സംസാരിക്കണം. അഥായുതകാത്മാനം പശ്യേത് തത് അഭിമന്ത്രേതം ഐ തേജ ഇന്ദ്രിയം യശോ ദ്രവിണം സുഗതമിതി ശ്രീർഹവായേഷാ സ്ത്രീണാം എൻ മലോദ്വാസാഹ തസ്മൻ മലോദ്വാസനം യശസ്വിനീം അഭിക്രമ്യ ഉപമന്ത്രേതാം. ഇതാണ് പറയേണ്ടത്. ഫാചേതസ്മൈ നദ്യാത് കാമം ഏനാം അവക്രീണീയാത്, ഫാചേതസ്മൈ നൈവ ദദ്യാത് കാമമേനാം ഇഷ്ട്യാ വാ പാണിനാ വാ ഉപഹത്യ അതിക്രാമേത് ഇന്ദ്രിയേണ തേ യശഫ യശ ആദദ ഇതി അയശാ ഏവ ഭവതി. ഫ അവൾ, ചേത് അസ്മൈ, ചേർന്നാൽ പുത്രോത്പാദനത്തിലുള്ള അനുവാദം നൽകുന്നില്ല എങ്കിൽ, ഫ ചേത് അസ്മൈ ന ദദ്യാത്, ദദ്യാത് തരുന്നില്ല എങ്കിൽ, കാമം ഏനാം അവക്രീണ്യ, അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ വശപ്പെടുത്തണം. കാമം ഏനാം അവക്രീണിയാത്, അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവളെ വശത്താക്കണം. ഫാചേതസ്മൈ നൈവദദ്യ, അതുകൊണ്ടും അവൾ അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ, കാമം ഏനാം ഇഷ്ട്യാവ പാണിനവ ഉപഹത്യ അതിക്രാമ,
കൈ കൊണ്ടോ വടി കൊണ്ടോ ചെറിയ ദണ്ഡനം കൊടുത്തിട്ട് അവളെ എന്ത് ചെയ്യാം, വശപ്പെടുത്താം. ഇന്ദ്രിയണത്തെ യശഫ യശ ആദതൈനി ഐഷായവ ഭവ. ഇന്ദ്രിയം കൊണ്ട് അല്ലെങ്കിൽ വീര്യം കൊണ്ട് കീർത്തി കൊണ്ട് യശഫ നിന്റെ യശഫിനെ ഞാൻ എടുക്കുന്നു എന്ന് അവളെ ശപിക്കണം. അപ്പോൾ അവൾ അയശഫുകളായി കീർത്തിയില്ലാത്തവളായിട്ട്. അതായത് എന്താണ്, പുത്രോത്പാദനത്തിനുള്ള ഒരു അനുമതി ചോദിച്ചുകൊണ്ട് തന്നെ വേണം പരസ്പരം. ഇനി രണ്ടുപേരും സന്തോഷപൂർവ്വം സമ്മതിച്ച് ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടിയില്ല. ഒരു ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാവേണ്ടതല്ല. രണ്ടുപേരും ഒരേ മനസ്സ്, ഒരേ ചിന്ത, ഒരേ സന്തോഷം. സ്വാചേതസ്മൈ നദ്യാത് കാമം ഏനാമവക്രീണീയാത് സ്വാചേതസ്മൈ നൈവ ദദ്യാത് കാമമേനാം ഇഷ്ട്യാവാ പാണിനാവാ ഉപഹത്യാതിക്രാമേത് ഇന്ദ്രിയേണ യശഫ യശ ആദതൈതി അയസായവ ഭവതി. അതുകൊണ്ട് അവൾ അയശസ്ഥയായി ഭവിക്കും. സ്വാചേതസ്മൈ ദദ്യാതിന്ദ്രിയേണ യശഫ യശ ആദധാമീതി യശഫിനാവേവ ഭവതഃ. സ്വാചേതസ്മൈ ദദ്യാത്, അവൾ അവന് അനുവാദം കൊടുക്കുകയാണ്. ഇന്ദ്രിയേണതേ യശഫ, വീര്യം കൊണ്ടും യശഫ് കൊണ്ടും നിനക്ക് യശഹ ആദധാമി, നിനക്ക് വൃത്തി ഉണ്ടാക്കി തരാം എന്ന് പറയുക. യശഫിനൗ ഏവ ഭവത, നമ്മൾ രണ്ടുപേരും യശസ്വികളായി ഭവിക്കട്ടെ എന്ന് പരസ്പരം ഈ പ്രാർത്ഥന ചെയ്തിട്ട് വേണം ഈ മൈഥുനത്തിൽ ഏർപ്പെടാൻ. സ്വാചേതസ്മൈ ദദ്യാതിന്ദ്രിയേണ യശഫ യശഫ യശ ആദധാമീതി യശസ്വിനൗ ഏവ ഭവതഃ. യാമിക്ഷേത് കാമയേത മേതി തസ്യാമർത്ഥം നിഷ്ഠായ മുഖേന മുഖം സന്ധായ ഉപസ്ഥമസ്യാഭിമൃശ്യ ജപേത്. ഇനിയും ഇവളിൽ എനിക്ക് കാമം ഉള്ളവളായിരിക്കണം എന്ന് യാം ഇക്ഷേത് കാമയേത മേതി. കാരണം ഇവൾ എന്നിൽ കാമമുള്ളവളായി തീരണമെന്നിങ്ങനെ ഏതൊരു ഭാര്യയെ കുറിച്ചാണോ ആഗ്രഹിക്കുന്നത് തസ്യാം, അവളിൽ അർത്ഥം നിഷ്ഠായ, തന്റെ അർത്ഥത്തെ നിഷ്ഠായ, സ്വന്തം ജനനേന്ദ്രിയത്തെ അതിലേക്ക് അർപ്പിച്ചിട്ട് മുഖേന മുഖം സന്ധായ, അവളുടെ മുഖത്തോട് തന്റെ മുഖം ചേർത്ത് അസ്യാഹ ഉപസ്ഥം അഭിമർശ്യ, അവളുടെ ജനനേന്ദ്രിയത്തെ തടവിക്കൊണ്ട് ഇങ്ങനെ ജപിക്കണം ഒരു മന്ത്രം. എന്താ? അംഗാദംഗാത് സംഭവസി ഹൃദയാത് അധിജായസേ സത്വമംഗ കഷായോഫി ദിഗ്ധവിദ്ധാമിവ മാതേ ഇമാം അമും മയീതി. അംഗാത് അംഗം സംഭവസി, അല്ലയോ ഈ ബീജമേ, നീ എൻ്റെ ഈ അവയവത്തിൽ നിന്നും ഊറി വരുന്ന ഈ ബീജത്തെ ഹൃദയാത് അധിജായസേ, ഹൃദയത്തിൽ നിന്നും നാഡികൾ വഴി എത്തിച്ചേരുന്ന ഇതിനെ സത്വം അംഗ, അത് കഷായ ഹാഫ്, എന്റെ സാരാംശമാണ്. ദിഗ്ധവിദ്ധാമിവ, അമ്പുകൊണ്ട് മുറിപ്പെട്ട ഒരു മാൻപേടയെ പോലെ ഇമാം അമും, എന്റെ ഭാര്യയെ മൈമാതയ, എന്നിൽ കാമം ഉള്ളവളാക്കി തീർക്കണമേ. ഇതാണ് ഈ മന്ത്രം. അംഗാത് സംഭവസി ഹൃദയാത് അധിജായസി സത്വമംഗ കഷായോഫി ദിഗ്ധവിദ്ധാമിവ മാതയ ഇമാം അമും മയി. അല്ലയോ ബീജമേ, നീ എൻ്റെ ഓരോ അവയവത്തിൽ നിന്നും ഊറി വരുന്നു, ഹൃദയത്തിൽ നിന്നും നാഡികൾ വഴി എത്തിച്ചേരുന്നു. എന്റെ സാരാംശമാണിത്. അമ്പുകൊണ്ട് മുറിപ്പെട്ട മാൻപേടയെ പോലെ എൻ്റെ ഈ ഭാര്യയെ എന്നിൽ കാമാവേശമുള്ളവളാക്കി തീർക്കണമെന്ന്. പുത്രോത്പാദന കർമ്മം ഒരു ഈശ്വര പൂജയായിട്ട് ഭാവന ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മന്ത്രം ജപിക്കണം എന്ന് പറഞ്ഞത്. ഇതാവണമെന്നില്ല. എന്തെങ്കിലും ഒരു ധന്യമായ ഈശ്വര സ്മരണയോടെ
ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു സമ്പൂർണമായ ഋഷിതുല്യമായ ഒരു പുത്രസമ്പാദനത്തിന് കാരണമായി തീരും എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ അഥ യാമിച്ഛേന്ന ഗർഭം രഥീതേതീതസ്യാമർത്ഥം നിഷ്ഠായാം മുഖേന മുഖബന്ധായ അഭിപ്രാണ്യ അപോന്യാത് ഇന്ദ്രിയേണ തേരേതസാരേത ആദതീതി ആരേത ഏവ ഭവതി. അതുകൊണ്ട് ഈ ആരെക്കുറിച്ചാണോ ഇവൾ ഗർഭം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവളുടെ ജനനേന്ദ്രിയത്തിൽ സ്വന്തം ജനനേന്ദ്രിയത്തെ അർപ്പിച്ചിട്ട് അഥ യാം ഇക്ഷേത ഗർഭം ദധീതേതി ഗർഭം ധരിക്കണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത് തസ്യാം അവളിലേക്ക് തന്റെ അർത്ഥമായ ഇന്ദ്രിയത്തെ നിഷ്ഠായ ഇറക്കിയിട്ട് മുഖേന മുഖം സന്ധായ അഭിപ്രാണ്യാപോന്യാത് ആദത ഇതി അരേത ഏവ ഭവതി എന്ന് പറയണം. അങ്ങനെ ആയാൽ എന്താണ് മുഖത്തോട് മുഖം ചേർത്ത് കഴിഞ്ഞ് അപാനന പ്രക്രിയ നടത്തണം. എന്റെ ഇന്ദ്രിയ ബീജത്തോട് ഞാൻ നിന്റെ ഇന്ദ്രിയ ബീജത്തെ സ്വീകരിക്കുന്നു എന്ന് പറയണം. ഇനിയും അഥ യാം ഇച്ഛേത് ദധീതേ തസ്യാമർത്ഥം നിഷ്ഠായ മുഖേന മുഖം സന്ധായ അപന്യാഭിപ്രാണ്യാത് ഇന്ദ്രിയേണ തേ രേതസാ രേത ആദധാമീതി ഗർഭിണ്യവ ഏവ ഏവ ഭവതി. ഈ ഗർഭധാരണം വേണ്ടാത്ത ആൾക്കാർക്ക് അവിടെ ഗർഭധാരണം ഉണ്ടാവരുത് എന്ന് തന്നെ പ്രാർത്ഥിക്കാം എന്നാണ്. ഇനിയും അത് വേണം എന്നാഗ്രഹിക്കുന്നു പുരുഷൻ തന്റെ ജനനേന്ദ്രിയത്തെ വായുവിലൂടെ സ്ത്രീയിൽ പ്രവേശിപ്പിച്ച് അതിനുശേഷം അത് പുറത്തെടുത്ത് വായുവിനെ പുറത്തു വിടുമ്പോൾ അപാനനം എന്ന പേരാണ്. ഗർഭധാരണം വേണ്ട എന്നാണെങ്കിൽ ആദ്യം അഭിപ്രാണനം പിന്നെ അപാനനം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അപാനനം അല്ലെങ്കിൽ അഭിപ്രാണം. ഇവയുടെ വിശദാംശങ്ങൾ കാമശാസ്ത്രം നോക്കി ശരിക്കും പഠിക്കണം. അതിൻ്റെ അകത്താണ് ഇതൊക്കെ വിസ്തരിച്ച് പറയുന്നത്. ഇപ്പൊ നമുക്കിതൊന്നും ആവശ്യമുള്ള വിഷയമല്ല എന്ന് തോന്നുന്നെങ്കിലും ഈ ഉപനിഷത്തിന്റെ ഭാഗമായി നമുക്ക് വായിച്ച് പറഞ്ഞു തീർക്കണമെന്ന് എന്ന് വിചാരിച്ച് പറയുകയാണ്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞ് വാനപ്രസ്ഥവും കഴിഞ്ഞുള്ളവർക്ക് വാസ്തവത്തിൽ ഈ പഠനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഉപനിഷത്ത് പഠിക്കുമ്പോൾ ബ്രഹ്മചാരി മുതൽ സന്യാസി വരെയുള്ള 4 ആശ്രമത്തിലുള്ളവർക്കും ഉപയുക്തമാകത്തക്ക മട്ടിലാണ് എഴുതിയത്. അപ്പൊ അതിൽ ചിലർക്ക് തോന്നുന്നു എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ബൃഹദാരണ്യം എന്ന പേര് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പാഴ്മരങ്ങൾ ഇത് വേണ്ടാത്തതാണ്, ഇതൊക്കെ വെട്ടിക്കളയല്ലോ എന്ന് തോന്നിക്കുന്ന പറ്റും ഉണ്ടാവാം. അതൊക്കെ ഇതിലെ വിഷയങ്ങളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കൃഷി മുമ്പോട്ട് പോകുന്നത്. ഇനി നല്ല ഗർഭത്തെ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈ മന്ത്രം ചൊല്ലി അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആഗ്രഹിക്കുന്നവർ വേണ്ടി ആരെക്കുറിച്ചാണോ ഗർഭം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവളുടെ ജനനേന്ദ്രിയത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെയൊക്കെ ചെയ്തിട്ട് ഇന്ദ്രിയ വീര്യത്തിലൂടെ ഞാൻ എൻ്റെ ഇന്ദ്രിയ വീര്യത്തെ ഉറപ്പിക്കുന്നു എന്ന് പറയണം. അങ്ങനെ ആയാൽ ഗർഭിണിയായി ഭവിക്കുക തന്നെ ചെയ്യുന്നു. ഇനിയും അടുത്തൊരു മന്ത്രത്തിൽ അഥ യസ്യ ജായായേ ജാരഹസ്യാർത്ഥം ദൃശ്യത് ആമപാത്രേ അഗ്നി ഉപാസമാധായ പ്രതിലോമം ശരദസ്മിന്നേതാഹ ശരദൃഷ്ടി പ്രതിലോമാഹ സർപ്പശാക്താഹ ജുഹ്യാത് മമ സമിദ്ധേ ഇഹൗഷീഃ പ്രാണാപാനോദാദതേ അസാവിധി മമ സമിധ്യ ഹൗഷീഃ പുത്രവശുംസ്താദതേ അസാവിധി മമ സമിധ്യ ഹൗഷീഃ ഇഷ്ടാസുഹൃദേതാദതേ അസാവിധി മമ സമിധ്യ ഹൗഷീഃ ആശാപരാകാശോത്ത ആദതേ അസാവിധി സേവ ഏഷ നിരിന്ദ്രിയോ വിശുഭൃതോ അസ്മാൻ ലോകത്രൈ യമേവം വിദ് ബ്രാഹ്മണഃ ശവതി തസ്മാദേവം വിദ് ശ്രോത്രിയസ്യ ദാരേണ നോ ബഹാസം ഛേദ ഉദ ഏവം വിദ് വിദ് പരോ ഭവതി. ഇത് ഒരു ക്രിയയെക്കുറിച്ചുള്ള വിവരണമാണ്. വാസ്തവത്തിൽ ഇന്ന് തീരെ പ്രസക്തമുള്ളൊരു ക്രിയ അല്ല. ഈ ഇടത്ത് പറഞ്ഞ സ്ത്രീക്ക് ഞാൻ എൻ്റെ ആശയം മാത്രം പറഞ്ഞു വിടാം. ഇനി തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു ജാരനുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അവനെ ദ്വേഷിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാള് ഒരു ക്രിയ ചെയ്യണം. ഒരു പച്ച മൺപാത്രത്തില് അഗ്നി എടുത്തിട്ട് അതിനകത്ത് ദർഭപ്പുല്ലുകൾ നിരത്തി നേരെ
എന്താ കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് എല്ലാ യജ്ഞത്തും. ഇവിടെ നേരെ തിരിച്ച് പടിഞ്ഞാട്ടോ തെക്കോട്ടോ അത് നിർത്തിയിട്ട് താഴെ പറയുന്ന മന്ത്രം ചൊല്ലി 4 പ്രാവശ്യം ഹോമിക്കണം. ആ മന്ത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്റെ പ്രജ്വലിതമായ അഗ്നിയിൽ നീ ആഹുതിയെ ചെയ്തു, ഞാൻ നിന്റെ പ്രാണനെയും അപാനനെയും എടുക്കുന്നുവെന്ന്. എന്റെ പ്രജ്വലിതമായ അഗ്നിയിൽ നീ ആഹുതിയെ ചെയ്തു, നിന്റെ പുത്രന്മാരെയും പശുക്കളെയും ഞാൻ എടുക്കുന്നത്. നിന്റെ സൗത സ്മാർത്ത കർമ്മഫലങ്ങളെ എടുക്കുന്നത്, നിന്റെ ആശകളെയും പ്രതീക്ഷകളെയും എടുക്കുന്നത്. ആരെയാണോ ഇപ്രകാരം അറിയുന്ന ബ്രാഹ്മണൻ ശപിക്കുന്നത്, അവൻ ഇന്ദ്രിയ ശക്തിയില്ലാതെ പുണ്യഹീനായി ഈ ലോകത്തൊന്നും മരിച്ചു. അതുകൊണ്ട് ഇപ്രകാരം അറിയുന്ന ശ്രോത്രിയന്റെ ഭാര്യയോട് തമാശ പറയുവാൻ കൂടി ആഗ്രഹിക്കരുത്. എന്തെന്നാൽ ഇപ്രകാരം അറിയുന്ന ശത്രുവായി. ആ ഒരു ജാരകർമ്മത്തെ കുറിച്ചൊരു സാമാന്യ വിവരണം കൊടുത്തു മാത്രമേ ഉള്ളൂ. അതൊന്നും ഇക്കാലത്ത് പ്രസക്തമെന്നത് നമുക്കത് വിട്ടുകളയാം. പക്ഷെ അതിൽ വേണ്ടി ശ്രമിക്കരുത് എന്നതാണ്. ഒരാളുടെ പത്നിയെ മറ്റൊരാളെ കടന്ന് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇതേപോലെയുള്ള പരിണത ഫലങ്ങൾ ധാരാളം സ്വീകരിക്കേണ്ടി വരും എന്ന് ഭംഗ്യന്തരെയാണ് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അഥ യസ്യ ജായാം ആർത്തവം വിന്ദേത് ത്ര്യഹം കംസേന പിബേത് അഹതവാസാഹ നൈനാം വൃഷലോ ന വൃഷല്യ ഉപഹന്യാത് സ്ഥിരാത്രാന്താപ്തുത്യ വ്രീഹീൻ അവഘാതയേ. ഇനി അഥ അനന്തരം യസ്യ യാതൊരുവന്റെ ജായാം ഭാര്യയെ ആർത്തവ കൃതകാലത്ത് വിന്ദയെ പ്രാപിക്കുന്നു. 3 ദിവസം കംസം എന്ന് വെച്ചാൽ ഓട്ടുപാത്രം, കംസേനാത്തിൽ ഓട്ടുപാത്രത്തെ കൊണ്ട് പിബേത് ഓട്ടുപാത്രത്തിൽ വെള്ളം കുടിക്കണം. ഏനാം ഇവളെ ശൂദ്രനായ ദാസൻ ഉപഹന്യ സ്പർശിക്കരുത്, ശൂദ്രന്മാരെ കൊണ്ട് തൊടിയിക്കരുത്, ശൂദ്രദാസിയെ കൊണ്ട് സ്പർശിക്കരുത്. 3 രാത്രിയുടെ രാത്രി അവസാനത്തിന് ശേഷം കുളിച്ചു വന്ന് അഹതവാസാഹ അരക്യ വസ്ത്രത്തോടുകൂടി അവളെ വ്രീഹീൻ അവഘാതെ നെല്ല് കുത്തിക്കണം. ഇതാണ് ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച്. ആർത്തവകാലത്ത് സ്ത്രീയെ പ്രാപിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? കാരണം 3 ദിവസം അവൾ ഓട്ടുപാത്രത്തിൽ വെള്ളം കുടിക്കണം, ശൂദ്രനായ ദാസനെയോ ദാസിയെ തൊടരുത്, 3 ദിവസം കഴിഞ്ഞാൽ കുളിച്ചു വന്ന് പുതിയ വസ്ത്രവും നെല്ല് കുത്തണം. മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ആചരണമാണ്. പക്ഷേ ഈ ആചരണങ്ങളിലൊക്കെ ശാരീരികവും മാനസികവുമായ ഒരു പ്രായശ്ചിത്ത കർമ്മത്തെ കാണിക്കാൻ വേണ്ടി ഉതകുന്ന തരത്തിലാണ് ഋഷി വിന്യസിച്ചത്. കാരണം തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്തം വേണം. ആ പ്രായശ്ചിത്തത്തിന് അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളെയാണ് നെല്ലുകുത്തൽ കൊണ്ടും വെള്ളം കുടിക്കലോ കൊണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇച്ഛേത് പുത്രോമേ ശുക്ലോ ജായേത വേദമനുബ്രവീത സർവം ആയുര്യാത് ഇതി ക്ഷീരോദനം പാചയിത്വാ സത്വിഷ്മന്തം അശ്നീയാതാം ഈശ്വരോ ജനയിത വൈ. ഇനി ആരാണോ ആഗ്രഹിക്കുന്നത് എനിക്ക് വെളുത്ത പുത്രൻ ഉണ്ടാകണം എന്ന്, വേദം അനുപ്രവീത, വേദം മുഴുവൻ പഠിക്കണം. സർവം ആയുഹു യാതിഥി, അവന്റെ ആയുസ് മുഴുവൻ പ്രാപിക്കണം എന്ന് യാതൊരുവനാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ ക്ഷീരോദനം പാചയിത്വ, പാൽച്ചോറ് ഉണ്ടാക്കിയിട്ട് അതിൽ നെയ്യും കൂട്ടി സർപ്പിഷ്മന്തം അശ്നീയാത, നെയ്യും കൂട്ടി കഴിക്കണം. ഈശ്വരോ ജനയിത വൈ. അപ്പൊ എന്താണ്? ജനിപ്പിക്കാൻ ശക്തനുള്ളവനായിട്ട് തീരുക. ഈ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണെങ്കിൽ വെള്ള നിറമുള്ള പുത്രൻ ജനിക്കാൻ കാരണമാകും. അഥ യച്ഛേ പുത്രോമേ കപില, ഇത് തന്നെ. കപിലവർണ്ണമുള്ള പുത്രനാണ് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദ്വൗ വേദൗ അനുബ്രവീത, 2 വേദം ചൊല്ലിക്കണം. സർവമായുര്യാതിഥി, ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദധ്യോദനം, തൈര് കൂട്ടി ചോറ്, പാചയിത്വ ഉണ്ടാക്കിയിട്ട് സർപ്പിഷ്മന്തം നെയ്യും കൂട്ടി കഴിക്കണം. അഥ യച്ഛേത് പുത്രോമേ ശ്യാമോ ലോഹിതാക്ഷജായത, കറുത്ത ചുമന്ന കണ്ണുള്ള പുത്രൻ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. 3 വേദാൻ അനുപ്രവീത, 3 വേദം ചൊല്ലണം. ദീർഘായുസായിട്ടിരിക്കണം എന്നാണെങ്കിൽ
ഉദൗദനം പാചയിത്വാ ഫർപുഷ്പം തവഷ്ണിയാത്. വെള്ളത്തിൽ വേവിച്ച ചോറ്, ഉദകത്തിൽ ഓദനം, വെള്ളത്തിൽ വേവിച്ച ചോറ് നെയ്യും കൂട്ടി അവൻ കഴിക്കണം. അതായഹ ഇച്ഛേത് ദുഹിതാമേ പണ്ഡിതാജായേത സർവായുധി തിരൗദനം പാചയിത്വാ ഫർപുഷ്പം തവഷ്ണിയാത് ഈശ്വരോ ജനയിതവൈ. എനിക്ക് നല്ല വിദുഷിയായ ഒരു പുത്രി ഉണ്ടാവണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ അവൻ എള്ളും അരിയും കൂടി വേവിച്ച് നെയ്യ് ചേർത്ത് രണ്ടുപേരും കഴിക്കണം. അങ്ങനെയുള്ള പുത്രിയെ ജനിപ്പിക്കാൻ അശക്തരായിത്തീരും. അഥ യഹ ഇച്ഛേത് പുത്രോമേ പണ്ഡിതോ വിഗീത ഫമിതിംഗമശുശ്രൂഷിതാം വാചം ഭാഷിത ജായേത സർവാൻ വേദാൻ അനുബ്രവീത സർവമായുര്യാദിതി മാംസോദനം പാചയിത്വാ ഫർപുഷ്പം തവസ്യാതാം ഈശ്വരോ ജനയിതവൈ ഔക്ഷേണ വാർഷഭേണ. ഈ പണ്ഡിതനും പ്രസിദ്ധനുമായ പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പുത്രോമേ പണ്ഡിതോ വിഗീത, നല്ല വാക്ശക്തിയുള്ളവൻ, സമിതിംഗമ, വേദികളിൽ പോയി പ്രസംഗിക്കുന്നവൻ, ശുശ്രൂഷിതാം വാചം ഭാഷിത ജായത, കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്കിനെ പറയാൻ, കേൾക്കുന്നവർക്ക് ഇഷ്ടമുള്ള വാക്ക് പറയാൻ പറ്റുന്നവൻ, എല്ലാ വേദങ്ങളെയും അവൻ പഠിക്കണം. സർവാൻ വേദാൻ അനുപ്രവീത, സർവമായിരിക്കുക, ദീർഘകാലം ആയുസ് മുഴുവൻ ജീവിച്ചിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാംസത്തോടുകൂടി ചോറ് വേവിച്ച് നെയ്യും ചേർത്ത് അവൻ കഴിക്കണം. അഥ അഭിപ്രാതരേവ സ്ഥാലീപാക ആവൃതാജ്യം ചേഷ്ടിത്വ സ്ഥാലീപാകസ്യ ഉപഘാതം ജുഹോതി അഗ്നേ സ്വാഹ അനുമതേ സ്വാഹ ദേവായ സവിത്രി സത്യപ്രസവായ സ്വാഹേതി ഭൂത്വേ പുത്രോദ്ധൃത്യ പ്രാശ്നാദി പ്രാശ്യതരസ്യ പ്രേക്ഷതി പ്രക്ഷാള്യപാണി ഉദപാത്രം പൂരയിത്വാ തേനൈനാം ത്രിഭിഃ അഭ്യുക്ഷതി ഉത്തിഷ്ഠാത ശ്വാസോ അന്യാം ഇച്ഛാപ്രപൂർവസ്യാം സംജായാം പത്ന്യാ മഹേതി. ഇനി ഇത്രയും കഴിഞ്ഞതിന് ശേഷം സ്ഥാലീപാകം എന്ന ക്രിയയെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥാലീപാകം എന്തിനാണ് ചെയ്യുന്നത് എന്ന് ഷോഡശക്രിയകൾ വിസ്തരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സ്ഥാലീപാകം കൂടി നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ വിഷയം അവിടെ തീരും. അപ്പൊ ഈ 18 മന്ത്രങ്ങളിൽ കൂടി ഒരു സൽപുത്രൻ ഉണ്ടാകാൻ മൈഥുനം അനുഷ്ഠിക്കേണ്ടതുന്ന ആചാരവിധികളെ കുറിച്ച്, അത് ആകെ 8 ഉപനിഷത്തിലെ ഈ വിഷയം ഇത്ര വിദഗ്ധമായിട്ട് ചർച്ച ചെയ്യുന്നുള്ളൂ, മറ്റൊരു ഉപനിഷത്തിലില്ല. എന്തുകൊണ്ടും ബൃഹദാരണ്യകം എന്നുള്ള പേര് അന്വർത്ഥമാക്കി തീർക്കുന്ന ഒരു ഉപനിഷത്താണ് ഇത് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് തോന്നും നമ്മൾ ഇതൊക്കെ പഠിക്കണം, അതിൻ്റെ അകത്ത് ഇത് ഉപനിഷത്തല്ലേ, വേദാന്തം പറയുന്നത് ഇതൊക്കെയാണ് പറയേണ്ടത് തോന്നാം. അവിടെയാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ആശ്രമം പറയുന്നു. ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കേണ്ട വിധി മുഴുവൻ പറയുന്നെങ്കിൽ ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട വിധി പറയണമല്ലോ. അതുകൊണ്ട് ഗൃഹസ്ഥൻ എന്താണ് മൈഥുനത്തിൽ ഏർപ്പെടുന്നത് സത്സന്താനത്തിന് വേണ്ടി മാത്രമാണ് എന്നും ആ ഒരു ചിന്ത ഉള്ളിൽ ഉറപ്പിക്കാനും അതിനെതിരായി വരുന്ന ചിന്തകൾക്കുണ്ടാകുന്ന ദോഷത്തെ കാണിക്കാൻ വേണ്ടി സാമാന്യം വിസ്തരിച്ച അദ്ദേഹം കാമശാസ്ത്രത്തിന്റെ പിൻബലത്തോടു കൂടി തന്നെ ഈ ഉപനിഷത്ത് അത് എന്താണ് ഉറപ്പിച്ചത്. അവിടുന്ന് സ്വീകരിച്ചെടുത്ത കാര്യത്തെ യജ്ഞവുമായി കൂട്ടിച്ചേർത്ത് ദൈവികമായ പ്രക്രിയ അതിനെ മാറ്റി എന്നുള്ളത് ഈ വംശത്തിന്റെ ഒരു സവിശേഷതയാണ്. നമുക്കിവിടെ ഉപസംഹരിക്കാം. സംശയങ്ങൾ ചോദിക്കാം. ബാക്കി അടുത്ത ദിവസം. പൂർണ്ണമത പൂർണ്ണമിത പൂർണ്ണാത്മൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി. ഉപനിഷത്ത് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടാവുന്നായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. ഉപനിഷത്തില് ചില ഭാഗങ്ങളൊക്കെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ശാസ്ത്രവിധിയിൽ നിന്നും വ്യത്യസ്തമായിട്ട്
ഒക്കെ നമുക്ക് തോന്നും അന്നത്തെ കാലവും ഇന്നത്തെ കാലമായിട്ടുള്ള വ്യത്യാസമൊക്കെ തന്നെയല്ല, ഗാർഹികത്തിലോട്ട് കടക്കുന്നവർ വിവാഹം കഴിഞ്ഞവരൊക്കെ ശരിക്കും അറിഞ്ഞ് ആചരിച്ചാൽ അത് നല്ല സന്താനത്തെ ഉണ്ടാക്കാൻ കാരണമായി. അല്ല സാറ് പറഞ്ഞ പോലെ ബൃഹദാരണ്യകമല്ലേ, കാരണം എല്ലാം എല്ലാം ഉൾപ്പെടുത്തണമല്ലോ. ഈ പേര് അനർത്ഥമാണെന്ന് ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ആരണ്യത്തിലെ എല്ലാം അതിനകത്ത് വരണമല്ലോ. അതിനകത്തിൽ ഒന്നും നിഷിദ്ധമായിട്ടില്ല. എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ഒന്നും നിഷിദ്ധമല്ല. അതുപോലെ തന്നെ ലൗകിക ജീവിതത്തില്, കാരണം സന്യാസിമാർക്കും ബ്രഹ്മചാരികൾക്കും ഒഴിച്ച ബാക്കി എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള വിഷയമാണ്. അതിനെയും യജ്ഞമായിട്ട് തന്നെ കാണേണ്ടതാണ്. ഒരു മൈഥുന പ്രക്രിയ മുഴുവനും യജ്ഞഭാവനയിൽ ഒരു ഋഷിക്ക് വർണ്ണിക്കാൻ പറ്റും. അർത്ഥകരമായ അവസ്ഥയാണ്. അതെ, അപ്പൊ കാരണം അതിനെ ആ ഒരു എന്താ പറയുക, അത് ഉപനിഷത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് വന്നു കഴിയുമ്പോൾ ആ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ, ഉപനിഷത്തിൽ കൂടെ പോകുന്ന ആളിന് എപ്പോഴും അത് മനസ്സിലുണ്ടാകുമല്ലോ, ഇതൊരു യജ്ഞകർമ്മമാണെന്ന്. അതെ, അങ്ങനെയാണല്ലോ ബ്രഹ്മാവ് സൃഷ്ടിച്ച സമസ്ത സൃഷ്ടിജാലങ്ങളിൽ നിന്നും ഋഷിമാരെ സൃഷ്ടിച്ചത് തന്നെയല്ലേ. അതെ അതെ അതെ. അപ്പൊ മൈഥുനം എന്നുള്ള പ്രക്രിയ നടക്കാതെ സൃഷ്ടി നടക്കില്ല. ഇല്ലില്ല, സൃഷ്ടി, കാരണം അല്ലെങ്കിൽ ലോകം നിലനിൽക്കത്തില്ലല്ലോ. അത് എപ്പോഴാണോ ദുരുപയോഗം ചെയ്യുന്നത് അപ്പൊ എന്റെ രക്ഷ പറയേണ്ടി വരും. ഇന്നത് ധാരാളം ദുരുപയോഗം ചെയ്തപ്പോൾ അതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറയേണ്ടി വരും. അതെ, അതുപോലെ ദീർഘദർശികളായ അവരന്നേ അത് മനസ്സിലാക്കിയിരുന്നു ഇതിങ്ങനെ വരുമെന്ന്. ഇന്നത്തെ ചെറുപ്പക്കാരുണ്ടാകുന്ന ദുരവസ്ഥ ശരിക്കും അറിഞ്ഞ് കണ്ടു തന്നെ. കാരണം അത് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും അകന്നു പോകുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കും. അതെ. കാരണം പുരുഷ ബീജത്തിന് അത്ര വിലയെ കൽപ്പിക്കുന്നുള്ളൂ, നികൃഷ്ടമായി മാറും. അല്ല, എത്ര വിശുദ്ധമാണ് എന്നുള്ളത് അതിനകത്തില് അതൊന്ന് അറിയിച്ച് പോവുക തന്നെ വേണം വാസ്തവത്തിൽ. അതെ അതെ അതെ. നമുക്ക് അവസാനം ഇതും കൂടെ പഠിച്ച് നിർത്തേണ്ടി വരും. അപ്പൊ ഇന്ന് കടക്കുമ്പോഴല്ലേ ഇത്രയൊക്കെ ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അല്ലേ ബൃഹദാരണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാൾ പറയാറില്ല. അതെ, ഇത്രയും അല്ല സാർ, നമസ്കാരം സാർ, ഇത്രയും കാലം ആധ്യാത്മിക ജീവിതത്തിനെ പറ്റി പറഞ്ഞു. അത് ഭൗതിക ജീവിതത്തിൽ എത്രത്തോളം പ്രയോജനപ്പെടുത്താന്നുള്ളതാണ് പറയുന്നത്. അത് വേണ്ടടുത്ത് പ്രയോജനപ്പെടുത്തിയെങ്കിലേ ഫലമുള്ളൂ. മാത്രമേ ബലമുള്ളൂ ആധ്യാത്മികതയ്ക്ക്, അങ്ങനെയും കൂടെ എടുക്കാമല്ലോ. അതെ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഭൗതിക ജീവിതം അല്ലാതിരിക്കാൻ പറ്റില്ല. ജീവിതത്തില് നല്ല റിസൾട്ട് വരണമെങ്കിൽ നമ്മള് ആധ്യാത്മികത്തിൽ മാത്രം പോയാൽ പോരാ, ഭൗതിക ജീവിതവും അതുപോലെ അനുഷ്ഠിക്കണം എന്നുള്ളതാണല്ലോ ഇത് പറയുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ അങ്ങനെ തോന്നിയതാണ്. ആധ്യാത്മിക തലത്തില് അത്രയും ഔന്നത്യത്തിൽ എത്തിച്ചിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ച് ഏറ്റവും ഒടുവിലാണ്. അല്ലല്ല, കാരണം ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഇതിന്റെ കാഴ്ചപ്പാടൊന്നും വേറെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിരിക്കി അത്യാവശ്യം വേണ്ട കാര്യം മാത്രം പറഞ്ഞു വിട്ടുപോയത് കൊണ്ടാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമസ്കാരം സാർ. ശരി സാർ.